പുകവലി നിർത്തുന്നതെങ്ങനെ? പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്നും ക്യാൻസറിന് കാരണമായേക്കാമെന്നും എല്ലാവർക്കും അറിയാം. പുകവലി നിർത്താൻ ആഗ്രഹമില്ലെന്ന് ആരും പറയുകയുമില്ല. പക്ഷേ വളരെ കുറച്ചു പേർക്ക് പുകവലി നിർത്താനുള്ള കഴിവുണ്ടാവും. എങ്ങനെ പുകവലി നിർത്താനാകും? ഈ കാര്യങ്ങൾ ചെയ്യുക. നന്നായി തയ്യാറെടുക്കുക. കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും താങ്കൾ പുകവലി നിർത്തി എന്ന് പറയുക. താമസ സ്ഥലത്തു നിന്നും ജോലി സ്ഥലത്തു നിന്നും എല്ലാ പുകയില ഉൽപ്പന്നങ്ങളും ഉപേക്ഷിക്കുക. പുകവലി നിർത്തുന്ന കാര്യം ഡോക്ടറോട് ചർച്ച ചെയ്യുക. ഭക്ഷണശേഷം സിഗരറ്റ് വലിക്കുന്ന ശീലമുണ്ടെങ്കിൽ പകരം സാലഡോ പഴങ്ങളോ ചോക്ലേറ്റോ കഴിക്കുക. സുഹൃത്തുക്കളുമൊത്ത് പുകവലിക്കുന്നയാളാണെങ്കിൽ ഇനി അതിഷ്ടമില്ലെന്ന് അവരോട് പറയുക. ചായയോടൊപ്പം പുകവലിക്കുന്ന ശീലമുണ്ടെങ്കിൽ പുകവലി നിരോധിച്ച സ്ഥലങ്ങളിൽ പോകുക. കൂടാതെ സിഗരറ്റിന് പകരം പലഹാരം എന്തെങ്കിലും കഴിക്കുക. പുകവലി നിർത്തുമ്പോൾ എന്തെല്ലാം സംഭവിക്കാം? കുറച്ച് ദിവസത്തേക്ക് ശക്തമായ തലവേദന അനുഭവപ്പെടാം. തല കറങ്ങുന്നത് പോലെ തോന്നാം. അസ്വസ്ഥത അനുഭവപ്പെടാം. ചിലപ്പോൾ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ തോന്നാം. ഇതെങ്ങനെ തരണം ചെയ്യാം? താങ്കൾ ഒരു പ്രമേഹ രോഗിയല്ലെങ്കിൽ ധാരാളം ജ്യൂസ് കഴിച്ച് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയർത്തുക. എപ്പോഴും പ്രവർത്തന നിരതനായിരിക്കുക. കൂടാതെ നടക്കാനും മറ്റും പോകുക. കൈകളുടെ ചലനത്വരതയെ തൃപ്തിപ്പെടുത്തുക. ഇതിനായി ബോളുകൾ, ക്ലിപ്പുകൾ, പെൻസിലുകൾ തുടങ്ങിയവ ഉപയോഗിക്കുക. മനസ്സിനെ ഉന്മേഷപൂർണ്ണമാക്കി നിർത്താൻ പുസ്തകങ്ങൾ വായിക്കുകയോ സംഗീതം, സിനിമ എന്നിവ ആസ്വദിക്കുകയോ ചെയ്യുക. സിഗരറ്റിന് പകരമായി മിന്റുകൾ, മിഠായികൾ, ക്യാരറ്റ് കഷ്ണങ്ങൾ, സെലറി കഷ്ണങ്ങൾ, ചൂയിംഗം എന്നിവ കരുതുക. ധാരാളം വെള്ളം കുടിച്ച് വിഷാംശങ്ങൾ ശരീരത്തിൽ നിന്നും പുറന്തള്ളുക. ഇത് പുകവലി നിർത്തിയതിന്റെ വിഷമതകളും മറ്റും വേഗം മാറാൻ സഹായിക്കും. അല്പ ദിവസങ്ങൾ കൊണ്ട് താങ്കളുടെ ശരീരം പുതിയ സാഹചര്യങ്ങളുമായി ഇണങ്ങിച്ചേരും. ഓർമ്മിക്കുക, പുകവലി നിർത്തുന്നത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ചെയ്യുന്ന യുദ്ധമാണ്. തോൽവി സംഭവിച്ചാൽ മറ്റാരെയും കുറ്റം പറയാൻ കഴിയില്ല.